എല്ലാവരുടെ മനസ്സിലെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. അത് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിൽഡേഴ്സിനെ എല്ലാവർക്കും ആവശ്യമുണ്ട്. യെസ്, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ബിൽഡറാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ ജേണി പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മുടെ എപ്പിസോഡിലേക്ക് കൂടുന്നത്. 50 ലക്ഷം രൂപയ്ക്ക് 45-ലധികം അമ്യൂണിറ്റീസ് ഉള്ള ലക്ഷറി വില്ലകൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ബിൽഡർ കൂടിയാണ് അദ്ദേഹം. കണ്ണൂരിലും കോട്ടയത്തും എറണാകുളത്ത് അങ്കമാലിയിലും മുളന്തുരുത്തിയിലും വില്ല പ്രൊജക്റ്റിലുള്ള CMR ബിൽഡേഴ്സിന്റെ സ്റ്റോറി ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അല്ലേ? കമോൺ എവരിബഡി, വാ. ഇവിടെ ഒരു കാരണവശാലും വന്ന് നോക്കിയതുകൊണ്ട് വില്ല വാങ്ങിക്കരുത്. ഇവിടെ വന്ന് പ്രൊജക്റ്റിനെ പറ്റി നന്നായിട്ട് പഠിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഓരോ വീടുകളും നിങ്ങൾക്ക് വിശ്വസ്തരായ എഞ്ചിനീയറിംഗ് ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്നിട്ട് എന്താണ് CMR എന്ന് പഠിച്ച് അതിൻ്റെ വ്യക്തമായ ധാരണ മനസ്സിൽ പൂർണ്ണമായിട്ട് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വില്ല വാങ്ങിക്കൂ. 6.85 സെൻറ്റ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ബെഡ്റൂം വീടും കൂടെ 50 ലക്ഷം രൂപയ്ക്ക് തരുമെന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ ഇത്രയും ഫെസിലിറ്റിയിൽ ആർക്കും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത് ശീലിച്ച് പഠിച്ചു വന്നതനുസരിച്ച് വേണ്ടത് കസ്റ്റമർക്ക് ഞങ്ങൾ കൊടുക്കാനുള്ള ഹൃദയം തുറന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണ ഗിഫ്റ്റ്. 50 ലക്ഷം രൂപയ്ക്ക് വെട്ടുകല്ല് വെച്ചിട്ടുള്ളൊരു വീട് കൊടുക്കുക എന്ന് പറയുന്നത് കൊച്ചിയിൽ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കോസ്റ്റ്ലിയാണ്. നിങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ ഇവിടുത്തെ കോമൺ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആ വീടോ ഞങ്ങൾ പൂർത്തിയാക്കി തരാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഫസ്റ്റ് എഗ്രിമെൻറ്റിനകത്ത് തന്നെ ഞങ്ങൾ എഴുതരും. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എമൗണ്ടിൻ്റെ 20% എമൗണ്ട് കുറച്ച് തന്നാൽ മാത്രം മതി. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ എറണാകുളത്താണ്. എറണാകുളം മുളന്തുരുത്തി വെട്ടിക്കൽ ഒരു വീട്, ഒരു വില്ല വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതും എറണാകുളത്ത്. അതും വാങ്ങിക്കുന്നതിൻ്റെ അല്ല, അത് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. 100% വളരെ ട്രസ്റ്റ്ഫുള്ളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഈ വീഡിയോ മുഴുവൻ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞ പോലെ മുളന്തുരുത്തി വെട്ടിക്കലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ പ്രീമിയം വില്ല പ്രൊജക്റ്റ് ഇവിടെ ഒരുങ്ങുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്ലോട്ട് വാങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വീട് പണിത് തരുന്ന ഒരു സംവിധാനം, അതാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കമോൺ എവരിബഡി. ഇത് റസ്റ്റിൻ ജോസഫ് സാർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ യൂണിഫോം ആണല്ലോ. റസ്റ്റിൻ സാറാണ് CMR ഡെവലപ്പേഴ്സിന്റെ സ്ഥാപക ചെയർമാൻ അല്ലേ? അതെ. 14 വർഷമായി. 14 വർഷത്തെ ഈ ഫീൽഡുണ്ട്. കണ്ണൂരാണ് സ്ഥലം. അതെ. ഇപ്പൊ ഇത്രത്തോളം 14 വർഷത്തിൽ എത്ര പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്? 42 പ്രൊജക്റ്റിലായിട്ട് 600-ലധികം വീടിന്റെ നിർമ്മാണം ഞങ്ങൾ പൂർത്തിയാക്കി താക്കോല് കൈമാറിയിട്ടുണ്ട്. 600-ലധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുടുംബങ്ങളുണ്ട്. ഇപ്പൊ എത്ര എണ്ണം റണ്ണിങ് ആണ്? കേരളത്തില് കണ്ണൂര്, കോഴിക്കോട്, കൊച്ചി, കോട്ടയം, ചങ്ങനാശ്ശേരി അടക്കം 12 പ്രൊജക്റ്റുകളിലായിട്ട് 329 വില്ലയുടെ നിർമ്മാണം നടക്കുന്നു. ഓൺഗോയിങ് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി വെട്ടിക്കലാണ്. ഇവിടെ 2.25 ഏക്കർ വരുന്ന വലിയൊരു ഏരിയയാണ്. അവിടെ 35 CMR ഐസ ഹാർമണി, അതാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിന്റെ പേര്. 35 വില്ലകളാണ് നമ്മളിവിടെ റെഡിയാകാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ. സാധാരണ വില്ല പ്രൊജക്റ്റ് എന്ന് പറയുമ്പം എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന വീടുകളൊക്കെയാണ് ഉണ്ടാവുക ഇല്ലേ? ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, അത് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ, നമ്മൾ അത് ചെയ്തു കൊടുക്കും അല്ലേ? ഇന്ന് കേരളത്തിൽ വില്ല പ്രൊജക്റ്റിനകത്ത് ബിൽഡർമാരുടെ ഏറ്റവും വലിയൊരു റിസ്ക്കും ടാസ്കും എന്ന് പറയുന്നത് ഒരേ സൈസ് വീട് പണിയാണെങ്കിൽ പണി എളുപ്പമാണ്, ഒറ്റ അച്ച് പണിയാൻ പറ്റും. എന്നാൽ ഇവിടെ ചെയ്യുന്നതും കംപ്ലീറ്റ് ഡിഫറെൻറ്റ്. CMR ചെയ്യുന്നത് കംപ്ലീറ്റ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് കസ്റ്റമർക്ക് അവരുടെ മനസ്സിലുള്ള ഏതാണോ പ്ലാന്, ഏതാണോ എലിവേഷൻ, അവിടെ തീരുമാനിക്കുന്നു. അവർക്ക് പൂർണ്ണമായിട്ട് സംതൃപ്തിയുള്ള ഏത് എലിവേഷൻ തന്നാലും ഞങ്ങളിവിടെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതേ രീതിയിലേക്ക് ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. 35 വീടിന് 35 രീതിയിലേക്ക് ആ വീടിനെ മാറ്റി വരുമ്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കവിടെ ബുദ്ധിമുട്ടല്ല, കസ്റ്റമറിൻ്റെ സംതൃപ്തിയാണ്. കസ്റ്റമറാണ് ലൈഫ് ലോങ്ങിൽ അവിടെ താമസിക്കേണ്ടത്. അവർക്കുള്ള ആവശ്യവും അതിൻ്റെ ഇതനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ പറയുന്ന അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ, മെയിൻ്റനൻസ് അല്ലെങ്കിൽ ബാക്കി സൗകര്യങ്ങളെല്ലാം പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കുമെന്നുള്ളൊരു ഉറപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം 6 മാസം മുതൽ 8 മാസം വരെയുള്ള സമയം കൊണ്ട് വീട് പണി തീർക്കണം. ഇപ്പം നേരത്തെ എന്നോട് പറഞ്ഞു, ഉദാഹരണം ഇപ്പം ഇന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ മോളുടെ ചോറൂണാണ്, അപ്പോൾ ആ സമയത്തേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ തീർക്കണം എന്നുള്ളൊരു സമയം കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് ആ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നൂടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യും? അതായത് നമ്മൾ കഴിഞ്ഞ 14 വർഷം കൊണ്ട് നമ്മൾ ഇത് തന്നെ വില്ല പ്രൊജക്റ്റിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു വീട് മേടിച്ചാൽ അത് 6 മാസം കൊണ്ട് മുതൽ 8 മാസം കൊണ്ട് ഞാനത് പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞാൽ 100% എനിക്ക് 8 മാസം കൊണ്ട് അത് പൂർത്തിയാക്കി തരാൻ പറ്റും. കാരണം എൻ്റെ തൊഴിൽ, എൻ്റെ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നിൽക്കും. നിങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ ഇവിടുത്തെ കോമൺ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ആ വീടോ ഞങ്ങൾ പൂർത്തിയാക്കി തരാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഫസ്റ്റ് എഗ്രിമെൻറ്റിനകത്ത് തന്നെ ഞങ്ങൾ എഴുതരും.
നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എമൗണ്ടിൻ്റെ 20% എമൗണ്ട് കുറച്ച് തന്നാൽ മാത്രം മതി. ഓക്കെ. അപ്പം ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ആരെങ്കിലും പറയുന്നത് എനിക്കറിയത്തില്ല, എങ്കിലും അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എമൗണ്ടിൻ്റെ കാര്യം അല്ലേ, ഇപ്പം 1 ലക്ഷം രൂപ ആണ് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ബാക്കി ലോൺ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കും. അതായത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ, ഇപ്പം ഞാൻ ഒരു പ്രവാസിയായിരുന്നു, ഞാൻ 10 വർഷം കുവൈറ്റിലുണ്ടായിരുന്നു, 7 വർഷം ലണ്ടനിലായിരുന്നു. ലണ്ടനിലെ സിറ്റിസൺഷിപ്പും കഴിഞ്ഞ് കുവൈറ്റിലെ പ്രവാസി ജീവിതം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ വീടില്ല. അവർക്ക് സാലറി ഉണ്ട്, പക്ഷെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ഒന്നിച്ച് ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ എടുത്തുകൊണ്ട് ഒരു വീട് പണിയാൻ പറ്റുകയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ 1 ലക്ഷം രൂപ എനിക്കിപ്പം തരിക, ഞാൻ വീടിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് ബുക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ലോണാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോണിലേക്ക് പോകാം. ഇനി അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ എത്രയാണ് ഫണ്ടുള്ളത് ആ ഒരു ഫണ്ട് തരിക. ബാക്കി നമുക്ക് 90% ലോണിലേക്ക് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ 1 ലക്ഷം ഇപ്പം തരാനുള്ളൂ, ബാക്കി തരാനുള്ള 5 ലക്ഷം രൂപ 6 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് തരാനുള്ളൂ എങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. നിങ്ങളത് 6 മാസം കഴിഞ്ഞ് തന്നാൽ മതി. ആ 1 ലക്ഷം തന്നുകൊണ്ട് നമുക്ക് വർക്കുമായിട്ട് ഐസ ഹാർമണി മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് 100 മീറ്റർ അടുത്തുള്ള പ്രൊജക്റ്റാണ്. അതെ അല്ലേ? എന്തൊക്കെയാണ് നമുക്കിവിടെ അടുത്തുള്ള സൗകര്യങ്ങൾ, ലാൻഡ്മാർക്കുകൾ എന്തൊക്കെയാണ്? ഒന്ന്, മെയിൻ ബസ് റോഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മെയിൻ എൻട്രി വരുന്നത്. പിന്നെ ഉള്ളിലേക്ക് കയറുന്ന നമുക്ക് 7 മീറ്റർ വീതിയിലുള്ള ടാർ റോഡുണ്ട്. ഇൻസൈഡ് പോകുന്ന റോഡുകളെല്ലാം 5 മീറ്റർ വീതിയിലുണ്ട്. എന്നാൽ പ്രൊജക്റ്റിൻ്റെ എൻഡ് വരുന്നിടത്തെല്ലാം ഒരു ലോറി റൗണ്ടിൽ തിരിക്കാവുന്ന 9 മീറ്റർ റേഡിയസിലുള്ള റൗണ്ട് അബൌട്ടുകൾ നമ്മൾ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. ഒരു വലിയ വണ്ടി വന്നിട്ട് വീട്ടുകാരുടെ സാധനങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇപ്പൊ അത് നിയമമാണെന്ന് തോന്നുന്നു. നിയമമായിട്ട് അതിപ്പം 9 മീറ്റർ റേഡിയസിലേക്ക് ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ 2.25 ഏക്കറിലെ 46 അമ്യൂണിറ്റീസ് ആണ് നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് അല്ലേ? യെസ്, കറക്റ്റ്. എന്തൊക്കെ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മൾ പാലിക്കുകയും ചെയ്യും. അതായത് 7 മീറ്റർ വീതിയിലും 5 മീറ്റർ വീതിയിലുള്ള ടാർ റോഡ്, ക്ലബ് ഹൗസ്, ഗാർഡൻ, ജിംനേഷ്യം, ലൈബ്രറി, ഓപ്പൺ സ്റ്റേഡിയം, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഗാർഡൻ, ബാർബിക്യൂ കൗണ്ടർ, 24 മണിക്കൂർ സെക്യൂരിറ്റി, ഓപ്പൺ കിണർ, ബോർവെൽ കണക്ഷന്, പാർക്ക്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, AC, ജിം, ബാർബിക്യൂ കൗണ്ടർ, ബാർ കൗണ്ടർ തുടങ്ങിയ എല്ലാവിധ ന്യൂജൻ ടെക്നോളജിയും അതിനകത്ത് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ CMRൻ്റെ എല്ലാ പ്രൊജക്റ്റിനകത്തും ഞങ്ങൾ ഇതുപോലുള്ള എല്ലാ കോമൺ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കാരണം കസ്റ്റമർക്ക് വേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറേ ഗ്രൂപ്പായിട്ടുള്ളൊരു വീട്ടിൽ അവർക്കൊരു സന്തോഷം, ഒരു എൻജോയ്മെൻറ്റ്, ഒരു ഹാപ്പിനെസ്, അങ്ങനെയാണ് അവർക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അവർക്കൊരു സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അവർ CMRന് രണ്ടാമത് റെഫർ ചെയ്യുള്ളൂ, CMRൻ്റെ വില്ല വിറ്റ് പോകുള്ളൂ. യെസ്. അപ്പോൾ അതുപോലെ തന്നെ ഇത്ര അമ്യൂണിറ്റീസ് പറയുമ്പോഴും, അതായത് 2027 കൂടിയിട്ട് ഈ അമ്യൂണിറ്റീസ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ പരിഗണിക്കും അല്ലേ? അതും കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഞാനിത് 40 പ്രൊജക്റ്റ് ചെയ്തത് കൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിറയില്ല. 600 വീട് ഞാൻ ചെയ്തതാണ്. അത് ചെയ്ത് ഞാൻ ആർക്കിടെക്റ്റിന് കൊടുത്തിട്ട് ഞാൻ മാറി നിൽക്കില്ല. ഈ 600 വീട് ഞാൻ പണിത വീടിൻ്റെ ഓരോ പോർഷനും എവിടെയാണെന്നും ഓരോ കസ്റ്റമർ ആരാണെന്നും അവരെന്താണ് ജോലി ചെയ്യുന്നതെന്നും ആ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ആ പ്രൊജക്റ്റിൻ്റെ ഇത്ര നമ്പർ വീട് ഇന്ന സ്ഥലത്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്കറിയാം. കാരണം ഓരോ പ്രൊജക്റ്റിൻ്റെ മുക്കും മൂലയും കൃത്യം ഈ സൈറ്റിലെ എഞ്ചിനീയറേക്കായാലും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് എനിക്കറിയാവുന്ന ആളായതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രൊജക്റ്റ് ഇന്ന സമയത്ത് തീർക്കാൻ കഴിയുമെന്ന്. ഇതിപ്പോൾ എത്ര ബ്ലോക്കുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് തിരിച്ചിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് 4 ബ്ലോക്കുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് നമ്പർ 1, 2, 3, 4 എന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. 1-ൽ ഇപ്പോൾ എത്ര വീടുകളാണ് ചെയ്യുന്നത്? ബ്ലോക്ക് നമ്പർ 1-ൽ 1 മുതൽ 10 വരെയുള്ള വീടുകളാണ് ഉള്ളത്. നമുക്കിനി അതിനകത്ത് ബ്ലോക്ക് 1-ൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലോട്ട് നമ്പർ 7 അവൈലബിൾ ആണ്, 8 അവൈലബിൾ ആണ്. ബാക്കി കംപ്ലീറ്റ് സെയിൽ ചെയ്താണ്. ഈ 7ഉം 8ഉം, 7ാമത്തേത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനും എലിവേഷനും അനുസരിച്ച് അവിടെ ചെയ്യാവുന്നതാണ്. 8ാമത്തേൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഉള്ളത്. പക്ഷേ ഇതെല്ലാം ബ്ലോക്ക് നമ്പർ 1 കംപ്ലീറ്റ് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്ലോട്ട് വരുമ്പോൾ രണ്ടാമത്തേത് വരുമ്പം 11ാമത്തേത് തൊട്ട് 20ാമത്തെ വീടുകളാണ് വരുന്നത്. ഈ 11 തൊട്ട് 20 വരെ വരുന്നതിനുള്ളിൽ 12ാമത്തെ വീട് ഫ്ലോട്ട് അവൈലബിൾ ആണ്. പിന്നെ 17, 18, 19, 20 ബാക്കിയെല്ലാം വിറ്റുപോയതാണ്. ഇത് കംപ്ലീറ്റ് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് ശരി. അപ്പോൾ ഇനി എത്ര വീടുകൾ നമുക്കിവിടെ പണിയാം? നമുക്ക് ടോട്ടലി ബ്ലോക്ക് നമ്പർ 1ഉം 2, 3, 4ലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആകെപ്പാട് ഒരു 12 അല്ലെ 13 ഫ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 13 പ്ലോട്ടുകളാണ് ഇവിടെ ബാക്കിയുള്ളൂ കേട്ടോ. ഉള്ളൂ. അപ്പോൾ ഈ CMRൻ്റെ ഐസ ഹാർമണി എത്ര നാളായി പണി തുടങ്ങിയിട്ട്?
4 മാസം പൂർത്തിയായി 5-ാം മാസത്തിലേക്കാണ് കടക്കുന്നത്. അത് ശരി, ഈ ഇത്ര ആയിട്ടുള്ള തുടങ്ങിയിട്ട് ഉള്ളൂ. അതിനുള്ള ഇത്രയും സംഭവം നമ്മൾ സൈഡിൽ ചെയ്തു നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണ്. അപ്പൊ ദ്രുതഗതിയിൽ ഈ പരിപാടിയും തീരും. അതുപോലെ തന്നെ ഈ ലാൻഡിന്റെ കാര്യം പറയുമ്പോൾ ഈ വെള്ളപ്പൊക്ക സാധ്യതയൊക്കെ ആളുകൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നൊരു സ്ഥലമാണോ അത്? ഒരു കാരണവശാലും വരികയല്ല. വെള്ളം വരാനുള്ള ഒരു സാധ്യതകളുമില്ല, വെള്ളം പൊങ്ങി വരാനുള്ളതില്ല. അതുപോലെ തന്നെ ഹൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഈ സ്ഥലമുള്ളത്. ഓപ്പൺ വെല്ലാണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. 2 ഓപ്പൺ വെല്ലുകൾ നമുക്കുണ്ട്. ഇനി ഇവിടെയുള്ള 35 കസ്റ്റമറും പറയുവാണ് ഞങ്ങൾക്ക് ഓരോ പറമ്പിലും ഓരോ വീടിൻ്റെ മുമ്പിലും ഓരോ കിണർ കുത്തി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കിണറും കൂടെ നമുക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് ആവശ്യമാണെങ്കിൽ നമുക്ക് കിണർ കുത്തി കൊടുക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരു കിണർ കുത്തണമെങ്കിൽ മാക്സിമം പോയാൽ 5 കോല് 6 കോലിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടും. അത് ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ഉള്ളതല്ല. എനിക്ക് തോന്നുന്ന കൊച്ചിയിൽ ഒരൊറ്റ പ്രൊജക്റ്റിലും ഇല്ല. കേരളത്തിൽ തന്നെ അപൂർവമാണ്. ഈ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം ഇത് ഓലിയിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളമാണ്. ഞങ്ങൾ വെറുതെ അത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നോക്കി, ഈ ഓലിയിൽ നിന്ന് വരുന്ന സംഭവമാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓലി കൂടി ഇങ്ങനെ ഫുൾ ടൈം ഇതുപോലെ വെള്ളം ഇങ്ങനെ ഇതുണ്ടോ, ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. നല്ല മിനറൽ വാട്ടറിനേക്കാൾ ശുദ്ധമായ വെള്ളമാണ്. ഇഷ്ടംപോലെ വെള്ളം ഇവിടെ ഉള്ളതാണ്. ഒരിക്കലും വെള്ളം പറ്റുന്ന സ്ഥലമല്ല. മോട്ടറിൻ്റെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലമാണ്. എന്തായാലും വെള്ളം പാഴാക്കണ്ട. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് വേറെ മോട്ടർ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. അങ്ങനെ ഒരു കുളമുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ സോഴ്സ് കിട്ടുന്നത്. അതുകൊണ്ട് വെള്ളം കിട്ടുകയില്ല എന്നും വെള്ളത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരികയില്ല എന്നും പേടിക്കണ്ട. അപ്പൊ കിണർ ബോണസാണ് ഇവിടെ, അഡീഷണൽ ബോണസാണ്. എല്ലാ വീടുകൾക്കും 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. സ്ട്രക്ചറൽ ഗ്യാരണ്ടി 5 ഇയർ കൊടുക്കുന്നുണ്ട്. അതിന് ലീക്കേജ് വരുവാണെങ്കിൽ അത് ഇരുന്ന് പോവുമോ താന്നു പോവുമോ എന്ത് ചെയ്താലും 5 ഇയർ വാറണ്ടി. നമ്പർ 1. നമ്പർ 2, വീട്ടിലെ ക്ലോസറ്റ്, വാഷ് ബേസിന് അങ്ങനെയുള്ള എല്ലാ സ്വിച്ച് ഐറ്റംസിനെല്ലാം 10 ഇയർ വരെയും വാറണ്ടി കൊടുക്കുന്നുണ്ട്. 10 വർഷം വരെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ക്ലോസറ്റ്, വാഷ് ബേസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോക്ക, ജാഗ്വാർ മെറ്റീരിയൽസ് ആണ്. ബ്രാൻഡഡ് തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട് മാത്രമേ ആൾക്കാർ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അവൻ പെർമനന്റ് താമസിക്കുന്ന വീട്ടിലും ബ്രാൻഡ് സാധനം തന്നെ വെച്ചാലല്ലേ ആൾക്കാർക്ക് അതിലൊരു സംതൃപ്തി കിട്ടുകയുള്ളൂ. ന്യായമായ ചോദ്യമാണ്. ഇവിടെ വരുന്നതിന് മെയിൻ്റനൻസിന് ചാർജ് ഈടാക്കുന്നുണ്ട്. ആദ്യമേ എല്ലാ വില്ല പ്രൊജക്റ്റിനകത്തും 5 lakhs 10 lakhs മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് 25,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുകയും ആ 25,000 രൂപ വെച്ച് 35 വില്ലകളുടെ എമൗണ്ടുകൾ ടോട്ടലാക്കിയിട്ട് ഒരു അക്കൗണ്ടിനകത്തേക്ക് ഇടുകയും അതിൽ നിന്ന് ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയും ആ എമൗണ്ട് അസോസിയേഷന് ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് ഇവിടെ വരുന്ന മെയിൻ്റനൻസ്, ഗാർഡന്, ക്ലബ് ഹൗസ്, സ്വിമ്മിംഗ് പൂള്, സെക്യൂരിറ്റി, കെയർ ടേക്കർ, അതുപോലെ തന്നെ എല്ലാ മെയിൻ്റനൻസിനും അതിനകത്തു നിന്ന് ഫണ്ട് എടുക്കും. ആ ഫണ്ട് തീരുന്നതിനനുസരിച്ച് മാത്രം വീണ്ടും ടോപ്പപ്പ് ചെയ്യുള്ളൂ. ശരാശരി ഒരു 1,500-നും 2,000 രൂപയ്ക്കും ഇടയ്ക്ക് മാത്രമേ ഇവിടെ ഒരു മെയിൻ്റനൻസ് ഫീസായിട്ട് മന്ത്ലി കാണേണ്ടത് വരുന്നുള്ളൂ. ചോറ്റാനിക്കര അമ്പലവുമായിട്ട് 4 കിലോമീറ്ററേ ഉള്ളൂ. എറണാകുളത്ത് നിന്ന് കോട്ടയം കൂത്താട്ടോളം പോകുന്ന റോഡുമായിട്ട് നമുക്ക് 700 മീറ്ററേ ഉള്ളൂ. ഗ്ലോബൽ പബ്ലിക് സ്കൂള്, അതുപോലെ തന്നെ CBSE സ്കൂളുകൾ ഒരു 7-8 സ്കൂള് നമ്മുടെ ഇവിടുന്ന് 2 കിലോമീറ്ററിലേ ഉള്ളൂ. ക്രിസ്ത്യൻ പള്ളി, ഓർത്തഡോക്സ് പള്ളി, യാക്കോവിറ്റ പള്ളി, പള്ളികളായ പള്ളികളെല്ലാം ഒരു 2 കിലോമീറ്റർ. ദേറ അടക്കം നമുക്കൊരു 600 മീറ്ററേ ഉള്ളൂ. പിന്നെ അമ്പലമുണ്ട്. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുക, സ്വപ്നം കാണുന്ന ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നിട്ട് ഒന്ന് തൊഴുതണം എന്നാണ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സംവിധാനമാണിത്. ഹോസ്പിറ്റലെല്ലാം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാക്സിമം പോയ 4 കിലോമീറ്റർ എല്ലാവിധ ഹൈ ലെവൽ ടാറ്റ ഹോസ്പിറ്റൽ അടക്കം നമുക്ക് അടുത്തുണ്ട്. ഇവിടെ 5 സെന്റ് മുതൽ 15 സെന്റ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരാൾക്ക്. ഇപ്പൊ ഇനി അതിലധികം വേണമെങ്കിലോ എന്താ ചെയ്യുന്നത്? നമുക്ക് സാറിനകത്തുള്ള ഏത് ഫ്ലോട്ടാണ് സാറ് സെലക്ട് ചെയ്യുമ്പോൾ സാറ് പറയുകയാണ് എനിക്ക് അതിനകത്ത് കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ നമ്മളവിടെ നിശ്ചിതമായിട്ട് ചെയ്തിരിക്കുന്ന 5 സെൻറ്റിൻ്റെ ഫ്ലോട്ടാണ്. സാറിന് 7 സെൻറ്റാണ് വേണമെങ്കിൽ അഡീഷണൽ വരുന്ന സെൻറ്റിന് 3.5 ലക്ഷം രൂപയും. എന്നാൽ നമ്മൾ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഞങ്ങളുടെ പ്ലാനിലാണ് ഉള്ളതെങ്കിൽ സാറ് പറയുന്നത് എനിക്ക് 2000 എന്നുള്ളത് 2200 രൂപ, അത് 2200 സ്ക്വയർ ഫീറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അഡീഷണൽ വരുന്ന സ്ക്വയർ ഫീറ്റിന് 2500 രൂപ വെച്ചിട്ടുമാണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ മുളന്തുരുത്തി എറണാകുളത്തിനെ സംബന്ധിച്ചിട്ട് ഇനി ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതലുള്ള ഏരിയ ഈ മുളന്തുരുത്തി ഭാഗമാണ് ഇപ്പം ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം 100 കണക്കിന് കൺസ്ട്രക്ഷൻ നടക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷേ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ സ്വിമ്മിംഗ് പൂളും 45-ലധികം കോമൺ സൗകര്യങ്ങളും ചേർന്നതും ഒരു
6.85 സെൻറ്റ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ബെഡ്റൂം വീടും കൂടെ 50 ലക്ഷം രൂപയ്ക്ക് തരുമെന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ ഇത്രയും ഫെസിലിറ്റിയിൽ ആർക്കും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത് ശീലിച്ച് പഠിച്ചു വന്നതനുസരിച്ച് വേണ്ടത് കസ്റ്റമർക്ക് ഞങ്ങൾ കൊടുക്കാനുള്ള ഹൃദയം തുറന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണ ഗിഫ്റ്റ്. ഞങ്ങൾക്ക് ഇവിടെ 35 വില്ല കുറഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്ത് ആ 35 കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ 350 വില്ലയും കൂടെ അടുത്ത പ്രൊജക്റ്റിൽ കൊച്ചി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതും കുറഞ്ഞ റേറ്റിൽ. കസ്റ്റമറിനോട് ഒത്തിരി പൈസ മേടിച്ചിട്ട് മനുഷ്യനെ പിഴിഞ്ഞ് കമ്പനിക്ക് ലാഭമുണ്ടാക്കുക എന്നല്ല ഉദ്ദേശം. നല്ലൊരു സർവീസ്, നന്നായിട്ട് അവരാഗ്രഹിക്കുന്ന മോഡലിൽ നല്ല ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഹാർട്ടിൻ്റെ പാർട്ടാക്കിയിട്ട് അവരെയും കൂടെ ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. CMRന്റെ മറ്റ് പ്രൊജക്റ്റുകളൊക്കെ എന്താണ്? കൊച്ചിയിൽ ഭാവി പ്രൊജക്റ്റുകൾ വരുന്നുണ്ടോ? ഓൺഗോയിങ് പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? കൊച്ചിയിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് അങ്കമാലി എളവൂർ സെൻറ് ആൻറ്റണീസ് ചർച്ചിനടുത്ത് 2.25 ഏക്കറിൽ 32 പ്രീമിയം വില്ലകളും 35ലധികം കോമൺ സൗകര്യങ്ങളുമുള്ള ഒരു നല്ലൊരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ വിലയും 50 ലക്ഷം മുതൽ 1,40,00,000 വരെയുള്ള ഒരു പ്രൊജക്റ്റും നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. കൂടാതെ ഈ വെട്ടിക്കൽ മുളന്തുരുത്തിക്ക് അടുത്തായിട്ട് നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്. 13.5 ഏക്കറിൽ 125ലധികം വില്ലകളും 125ലധികം അപ്പാർട്ട്മെൻറ്റും റിട്ടയർമെൻറ്റ് ഹോമും തുടങ്ങിയ ഏതാണ്ട് 3.5 ഏക്കറിൽ കോമൺ സൗകര്യം കൂടിയ ഒരു ആഷ് പോഷ് പ്രൊജക്റ്റ് അധികം താമസിക്കാതെ CMR കൊച്ചിയിൽ ഒരെണ്ണം ലോഞ്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ 2026 തന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു 5ലധികം പ്രൊജക്റ്റും കൂടെ കൊച്ചിയിൽ ലോഞ്ച് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയാണ് എല്ലാ പേപ്പർ വർക്കുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ഇനിയും കാണാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്തെടുക്കാം. എന്ത് സംശയം, എന്ത് സൊല്യൂഷനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് വിളിച്ചോളുക. ഫുൾ ടൈം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവൈലബിളായിരിക്കും. താങ്ക് യു. ഇപ്പോൾ സാറൊരു NRI-കാരനാണല്ലോ. അപ്പം അവിടെ നിന്ന് നാട്ടിലൊരു വീട് പണിയുമ്പം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ, ഒബ്സർവ് ചെയ്യാനൊക്കെ ലേശം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്കിവിടെ ഒരു വില്ല പണിയുമ്പം ഇങ്ങനെ ഒരു NRI ആണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ പ്രോഗ്രസ്, പണികളെ പറ്റി അറിയാൻ പറ്റും? അത് ഭയങ്കര അതായത് NRI-കാരെ സംബന്ധിച്ച് അവർ പ്രൊഫഷണലാണ്, പക്കായാണ്, വെട്ടൊന്ന് മുറിയുണ്ട്. കാരണം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ് അത്. ഒരു പുറം രാജ്യത്താണെങ്കിൽ അവിടെയുള്ള സീനിയറുടെ മുമ്പിൽ അവർ അതേ രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിനകത്ത് 1 രൂപ പോലും നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കിട്ടുന്ന സാധനത്തിന് മാക്സിമം വോളിയം കിട്ടണം. പക്ഷേ അവർ പറഞ്ഞത് കൊടുക്കുകയും പറഞ്ഞതുപോലെ തരികയും ചെയ്യുന്നവരാണ്. ഇവിടെ വില്ല ബുക്ക് ചെയ്യുന്ന എല്ലാ NRI കസ്റ്റമർക്കും നോർമൽ കസ്റ്റമർക്കും നമ്മൾ ഷെഡ്യൂൾ ചാർട്ട് ഉണ്ടാകും. എത്ര ദിവസം കൊണ്ട് പണി തീരും, എത്ര ദിവസം കൊണ്ടാകും. നമ്പർ 1. നമ്പർ 2, വീടിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം മുതലുള്ള ഓരോ ദിവസത്തെയും രാവിലത്തെ അപ്ഡേറ്റും ഈവനിങ്ങിലെ അപ്ഡേറ്റും അതാത് ഗ്രൂപ്പുകളിൽ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. രണ്ടാമത്, കസ്റ്റമർക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സൈറ്റിൻ്റെ വ്യക്തമായ സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോയും ക്യാമറയും അതിനുവേണ്ടി തന്നെ ഫോക്കസിന്. കസ്റ്റമറിന് അറിയേണ്ട കാര്യം, ഈ കോൺട്രാക്ടർ നനയ്ക്കുന്നുണ്ടോ, ഇതിനകത്തേക്ക് ചെയ്യുന്ന വർക്ക് കൃത്യമാണോ, വരുന്ന മെറ്റീരിയൽ കൃത്യമായിട്ടുണ്ടോ, വെട്ടുകല്ല് വരുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ സിമെൻറ്റ് വരുന്നത് ഇന്ന പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ തന്നെയാണോ സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പി ഇന്ന കമ്പനിയുടേതാണോ എന്നൊക്കെയുള്ള പല സംശയങ്ങളുണ്ടാകും. അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഞങ്ങളത് ഓരോന്നും മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചാർട്ടും അതിനുള്ള ലൈവ് വീഡിയോയും ഈ പ്രൊജക്റ്റിൽ അവൈലബിൾ ആണ്. സാധാരണ ഇത്ര എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊന്നും വെട്ടുകല്ലുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ഷൻ അധികം കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങൾ കണ്ണൂരുകാരായതുകൊണ്ടാണോ? നമുക്ക് സാധാരണ കണ്ണൂർ എന്നൊക്കെയാണ് വയനാട്ടിലൊക്കെ കൂടുതൽ വെട്ടുകല്ലുകൾ വരുന്നത്, നല്ല കല്ലുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ണൂരുകാരായതുകൊണ്ടാണ് നമ്മൾ വെട്ടുകല്ലിൽ തന്നെ പണി തീരുമാനിച്ചത്? വെട്ടുകല്ലിൻ്റെ രാജാക്കന്മാരെ എന്ന് പറയുന്നത് കണ്ണൂരുകാരാണ്. പക്ഷേ ഞങ്ങൾ കണ്ണൂർ ചെയ്ത എല്ലാ വീടുകളും വെട്ടുകല്ലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൊച്ചിയിൽ കല്ല് വരികയാണെങ്കിൽ ഹൈ കോസ്റ്റാണ്. കൊച്ചിയിലെ വെട്ടുകല്ല് കിട്ടാനില്ല. ഒന്നെങ്കിൽ സിമെൻറ്റ് ബ്രിക്സോ അല്ലെങ്കിൽ അതോടനുബന്ധിച്ചിട്ടുള്ള ബ്രിക്സ്, സിമെൻറ്റിൻ്റെ ആയിട്ടുള്ള സംയുക്തമായിട്ടുള്ള ബ്രിക്സ് ഉള്ളൂ. പക്ഷേ ഇവിടെ ഞങ്ങൾ ആഗ്രഹിച്ചത്, ഇവിടെ ഞങ്ങൾ കൊച്ചിക്കാർക്ക് ഒരു വെറൈറ്റി കൊടുക്കുക. 50 ലക്ഷം രൂപയ്ക്ക് വെട്ടുകല്ല് വെച്ചിട്ടുള്ളൊരു വീട് കൊടുക്കുക എന്ന് പറയുന്നത് കൊച്ചിയിൽ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കോസ്റ്റ്ലിയാണ്. പക്ഷേ മറ്റുള്ളവൻ ചെയ്യുന്നതിനേക്കാൾ ഒരു ഡിഫറൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. റഷ്യൻ സാറേ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. കൊച്ചിയിലെ വില്ല വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? പെട്ടെന്ന് നിങ്ങൾ CMRൻ്റെ വില്ല വാങ്ങിക്കാമെന്നൊരു തീരുമാനം എടുക്കരുത്. കൊച്ചിയിലെ പല പ്രൊജക്റ്റുകൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ എന്നിട്ട് ഇവിടെ വന്ന് നോക്കുക.
ഇവിടെ ഒരു കാരണവശാലും വന്ന് നോക്കിയതുകൊണ്ട് വില വാങ്ങിക്കരുത്. ഇവിടെ വന്ന് പ്രൊജക്റ്റിനെ പറ്റി നന്നായിട്ട് പഠിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഓരോ വീടുകളും നിങ്ങൾക്ക് വിശ്വസ്തരായ എഞ്ചിനീയറിംഗ് ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്നിട്ട് എന്താണ് CMR എന്ന് പഠിച്ച് അതിൻ്റെ വ്യക്തമായ ധാരണ മനസ്സിൽ പൂർണ്ണമായിട്ട് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വില്ല വാങ്ങിക്കൂ. കാരണം ഇത് ലൈഫിൽ ഒരു വീടായിരിക്കും ഒരു കസ്റ്റമർ വാങ്ങിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. യെസ്, അപ്പം വന്ന് വിസിറ്റ് ചെയ്യുക. മുളന്തുരുത്തി വെട്ടിക്കലാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. അപ്പോൾ ഒന്ന് കാണുക അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും. ഞാൻ എപ്പോഴും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ നമ്പർ നിങ്ങൾക്ക് തരാം. ഏത് സമയത്തും എന്ത് സംശയം എന്ത് കാര്യങ്ങളും നിങ്ങൾ എന്നോട് ചോദിക്കുക. ഇനി നിങ്ങൾ വീട് ബുക്ക് ചെയ്യാമെന്ന് കൂട്ടിക്കോ, നിങ്ങൾക്കുള്ള സംശയത്തിന് എൻ്റെ സ്റ്റാഫ് ആയിരിക്കല്ല മറുപടി തരുന്നത്, ഞാനായിരിക്കും മറുപടി തരുന്നത്. എൻ്റെ നമ്പർ എന്ന് പറയുന്ന കോൺടാക്റ്റ് നമ്പർ 24 മണിക്കൂർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ഫോൺ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് വോയിസിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഞാൻ തന്നിരിക്കും. നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെടാറുള്ളതാണ്, പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട്, നല്ല വില്ല പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ നല്ല വീടുകളൊക്കെ എവിടെയെങ്കിലും എറണാകുളം ഭാഗത്ത് കിട്ടാനുണ്ടെന്നൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സോഴ്സ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ CMR പ്രൊജക്റ്റിനെ പറ്റി ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർക്ക് വിളിക്കാമെന്നുള്ള നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പായിട്ട് ഈ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഒന്ന് വിസിറ്റ് ചെയ്യുക, കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളിൽ കിടക്കുക.